എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അത് തന്നെ ഒരുപാട് ദൂരെ നിന്ന് കണ്ണൂർ ചെങ്ങളായിന്ന് നമ്മളുടെ ഈ ഷോ കാണാൻ വേണ്ടി അത്ര ആഗ്രഹിച്ചു വന്ന കണ്ണൂരെ ചെങ്ങളായിലെ ഹരിതകർമ്മസേനയിലെ എല്ലാ ചേച്ചിമാർക്കും അവരുടെ കൂടെ വരുന്ന എല്ലാ സൈസിലുള്ള ചെറുതുങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ടൻ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടൻ. വെൽക്കം. ഉഷാറായിട്ട് വന്നിരിക്കും. നിങ്ങൾ ഇവിടെ വരുന്ന പൂത്തിരി കത്തിച്ചോളം നിങ്ങളുടെ എനർജി കാണുമ്പോൾ തന്നെ ഞാനും എന്റെ ടീമും കംപ്ലീറ്റ് ഓണാവും. അവർ സ്കിറ്റ് കളിക്കാൻ റെഡിയാണ്, ഞാൻ അവരെ വെൽക്കം ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ചിരിക്കാൻ റെഡിയാണോ? തീർച്ചയായും. പൂത്തിരി കത്തിയ പിന്നെ റെഡിയാണ്. എന്നാ പിന്നെ കാര്യം സ്നാക്സും ചായ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിക്കുക, ചിരിക്കുക, ചിരിച്ച് മരിക്കുക. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കാലിക്കറ്റ് എന്നൊരു ടീം, 3 പേരും കാലിക്കറ്റ് എന്നാ വരുന്നത്. പുതിയ ആൾക്കാരല്ലേ ഇവിടെ ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരിപ്പോ 3 പേരോട് ഒരു ടീം അപ്പ് ആയിട്ട് കാലിക്കറ്റ് ടീം വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ഗിനീഷ്, ഗ്രീഷ്മ ആൻഡ് ഷിജൻസ്. ഹലോ, മനഃശാസ്ത്ര വിദ്വാൻ ശാന്താറാം സ്പീക്കിംഗ്. സാറേ, ഒരു 5 മണിക്ക് വന്നാ ഒന്ന് കാണാൻ പറ്റുമോ സാറേ? അതെന്താ 4:30 ആകുമ്പോഴത്തേക്കും ഞാൻ സമാധിയാകുമോ? അതല്ല, ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് സാറേ. വേറെ ഒന്നുമല്ല സാറേ, എന്റെ സഹോദരനെ ചെറിയൊരു മാനസിക വിഭ്രാന്തി, ഭ്രാന്താണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. ഭ്രാന്താണെങ്കിൽ തന്നെ എന്തിനാണ് പേടിക്കുന്നത്? എല്ലാ മനുഷ്യരിലും ഭ്രാന്തിന്റെ ഒരു അംശമുണ്ട്. അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഭ്രാന്തെന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ്. എന്നിട്ട് യുവജനോത്സവത്തിലൊന്നും ഈ കല കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല? ഇല്ല. കുട്ടികൾ വേദിയിലേക്ക് കയറുന്ന നേരത്ത് രക്ഷിതാക്കൾ വേദിയിൽ നിന്നും കാട്ടിക്കൂട്ടുന്ന ഭ്രാന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓ, ആ ഭ്രാന്ത്. അതൊക്കെ ഒരു തരം ഭ്രാന്തല്ലേ? എല്ലാവരിലും ഉണ്ട് ഭ്രാന്തല്ലേ? എല്ലാവരിലും ഭ്രാന്തുണ്ട്. എന്തിന്? ഈ ഞാൻ തന്നെ എന്റെ അച്ഛന്റെ ഒരു ഭ്രാന്തല്ലേ? ശരി സാർ, വൈകിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. മേ കം ഇൻ സർ? എവിടുന്നാണ് ഒരു കിളിനാദം? വരൂ. ഇരിക്കൂ. എവിടുന്നാണ്? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് കണ്ണൂരിന്റെ മലപ്പുറത്തിന്റെ നടുക്കായിട്ട് വരും കോഴിക്കോട്. ഒരു മിനിറ്റ്, ഞാനതൊന്ന് എഴുതിയെടുത്തോട്ടെ. ഇത്രയും എഡ്യൂക്കേഷനുള്ള എനിക്ക് ഇതൊരു പുതിയ അറിവാണ്. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കാലോ. അതാണോ ഞാൻ ചോദിച്ചത്? കോഴിക്കോട് തന്നെ എവിടെയാണ്? പാലാഴി. കുട്ടിക്ക് തകരാറൊന്നും തോന്നില്ലല്ലോ? അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, എന്റെ ഭർത്താവിനാ കുഴപ്പം. ഡൈവേഴ്സ് ചെയ്തുകൂടെ? അങ്ങനത്തെ കുഴപ്പമില്ല, ചെറുതായിട്ടൊരു ബുദ്ധിക്കൊരു പ്രശ്നം. തുറന്നു പറയൂ, എന്താണ് ഇപ്പോൾ ഭർത്താവിന്റെ ഒരു അവസ്ഥ? സാർ, എന്റെ ഭർത്താവ് സിനിമാ നടൻ ശ്രീനിവാസനായിട്ട് ഭയങ്കര ഇഷ്ടാ. അദ്ദേഹത്തിന്റെ എല്ലാ പടവും കാണും. അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ ഈ പടങ്ങളൊക്കെ 100-120 വട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു വട്ടം ഓട് പൊട്ടി തലയിൽ വീണു. ഓടാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ശ്രീനിവാസൻ സാറാണെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് നടക്കുന്നത്. എന്താ ചെയ്യാ? സെർബൽ ഡിസെഷൻസ് ഓഫ് ഡാഷൻസ്, ഇത് ഫാൻസി ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ശ്രീനിവാസൻ സാറിനോടുള്ള അമിതമായിട്ടുള്ള അതാണ് സംഭവം. സാർ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചാലോ? അദ്ദേഹത്തെ വിളിച്ചോളൂ. ഓക്കെ സാർ, അങ്ങനെ വിളിച്ചാലൊന്നും വരൂല. എങ്ങനെ വിളിക്കണം? ഒരു മ്യൂസിക് ഇട്ടാലേ വരുള്ളൂ. അതും ശ്രീനി സാറിന്റെ പാട്ട് തന്നെ ഇടണം. റൈറ്റ്സ് ഉള്ളത് അഞ്ചാ വിളിച്ചോ. താരകമലരുകൾ വിരിയും പാടം ദൂരെ, അങ്ങു ദൂരെ. കതിരുകൾ കൊയ്യാൻ പോകാം, ഞാനൊരു കൂട്ടായി കൂടാം. ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ? എന്തൊരു പെർഫോമൻസ് ആയിരുന്നു നിന്റത്. കോഴിയെ ഓടിക്കുന്നു, മുട്ടയിടിക്കുന്നു. ഈ പെർഫോമൻസ് നീ ഒരു സിനിമയിലാണ് ചെയ്തെങ്കിൽ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് നമ്മളെ അലമാരയിൽ കിടന്നേനെ. ഇതാണോ നീ പറഞ്ഞ ഓസ്കാർ? അതെ സാർ, ഇതിപ്പം വലിയ തരാറൊന്നുമില്ലല്ലോ. ഒരു പാട്ട് പാടുന്ന നൃത്തം വെക്കുന്ന അത്രയല്ലേ കുഴപ്പമുള്ളൂ. കുഴപ്പമുണ്ടോന്നോ?
എൻ്റെ പൊന്ന് സാറേ, വിനീത് ശ്രീനിവാസൻ എവിടെ ഗാനമേള അവതരിപ്പിച്ചോ അവിടെ പോയിട്ട് എൻ്റെ മൂത്ത മോൻ്റെ പ്രോഗ്രാമാണ്, അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാരോട് തല്ല. അഡ്വാൻസ് പ്രിപ്പറേഷൻ. അത് മാത്രല്ല, ധ്യാൻ ശ്രീനിവാസൻ എവിടെ ഇന്റർവ്യൂ കൊടുക്കുന്നോ അവിടെ അടിയിൽ കമന്റ് ഇടും, മോനെ വീട്ടുകാര്യങ്ങളൊന്നും പരസ്യമാക്കരുതേ. ഫാമിലി ഇന്റർപ്രിട്ടേഷൻ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. എൻ്റെ മാമൻ്റെ മോൻ ദാസൻ തൂങ്ങി മരിച്ചു കിടക്കുമ്പോൾ ആ ഡെഡ് ബോഡി നോക്കി പറയാ, ദാസ നിനക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാൻ? പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും. സാറേ, ഞാനൊരു തമാശ പറയട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ ഒരു വൃദ്ധൻ എന്തുണ്ട് കഴിക്കാൻ? അപ്പോൾ ബാർബർ. കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ, രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഞാനൊരു തമാശ പറഞ്ഞു, നീ എന്താ ചിരിക്കാത്ത? അയ്യോ അയ്യോ സാറേ, ഞാൻ പറയാൻ മറന്നു. മിണ്ടല്ലേ, ഞാൻ പറയാൻ മറന്നു. സാറേ, എവിടെ ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കോമഡി എടുത്ത് അടിക്കും, എന്നിട്ട് അതിന് ചിരിച്ചെങ്കിൽ അയാൾ എടുത്തിട്ട് അടിക്കും. ഒന്ന് അടങ്ങി നിൽക്കും പ്ലീസ്. സാരമില്ല, അയാളെ കുറ്റം പറയാൻ പറ്റില്ല. സ്വബോധമില്ലാത്ത ആളല്ലേ. സ്വബോധമുള്ള എത്രയോ ആളുകൾ ഇവിടെ വന്ന് എന്നെ പെരുമാറിയിട്ട് പോകും. അയാളെ തമാശ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ട് അയാളുടെ കൂടെ നിൽക്കേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. ഞാനത് ചെയ്തില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലായി. സാറേ, എന്റെ ഭർത്താവിന്റെ രോഗം മാറുമോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൈക്കാർട്ടിസ്റ്റും സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. അതെന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ കഥ എടുക്കുമ്പോ ഈ ഡയലോഗ് മസ്റ്റാ. ഇല്ലേ അസോസിയേഷൻ എതിരാത്. സാറേ, ഞാനൊരു തമാശ പറയട്ടെ. തമാശ പറയുന്നതിന് മുമ്പേ ചിരിക്കാണോ ഈ കാരക്കുട്ടിൽ ദാസനെ അപമാനിക്കുന്നു? നിങ്ങൾക്ക് എത്രയാ കുട്ടികള്? 2 ആൺകുട്ടികള്. വിനീത് ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും ചായയാണോ അവർക്ക്? അല്ല, അത് ഓട് വീഴുന്നതിന്റെ മുന്നേ ആയിരുന്നു. ഭാഗ്യം. സാറേ, സത്യനന്ദിക്കാടിന്റെ നമ്പറുണ്ടോ? നമ്പറുണ്ട്. എടുക്കും. അയ്യോ, കൊടുക്കല്ലേ സാറേ. ഇങ്ങനെ ഡെയിലി ഉള്ള പരിപാടി ഇത്. സത്യൻ സാറിന്റെ വീട്ടിൽ പോയി നിന്നിട്ട് ഒരു മുദ്രാവാക്യം എഴുതും, എന്നിട്ട് ചോദിക്കും നമുക്ക് സന്ദേശം സിനിമേന്റെ സെക്കൻഡ് പാർട്ട് എടുക്കല്ലേ, ദയവ് ചെയ്ത് കൊടുക്കല്ലേ. അല്ല, ഹിപ്നോട്ടിസം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഹിപ്നോട്ടിസം ചെയ്ത് നോക്കാം. എന്തായാലും അയാൾ ഇപ്പോൾ നിൽക്കുന്ന കഥാപാത്രമായിട്ട് നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം. സാറേ, എന്റെ വെക്കടാപടി തിയേറ്ററിൽ എങ്ങനെ പോകുന്നു? സരോജ് കുമാർ നിറഞ്ഞ സദസ്സിൽ ഓടുകയല്ലേ. സരോജ് കുമാർ സാർ ഒന്ന് ഇങ്ങോട്ടിരിക്കോ? സാർ അവിടെ ഇരിക്കൂ. ആയിക്കോട്ടെ. സരോജ് കുമാർ സാർ, സാർ എന്റെ കൈകളിലേക്ക് നോക്കൂ. എന്തായിരുന്നു? സാർ ഉറങ്ങുകയാണ്. ഞാനോ? ഇതൊക്കെ ഞാനാണോ? സാർ ഉറങ്ങുകയാണ്. ഓ, പഴങ്കഞ്ഞി ഉണക്കമീനും കഴിച്ച് വന്നിരിക്കല്ലേ? അതല്ല, സാർ ഉറങ്ങുകയാണ്. സാർ ഉറങ്ങുകയാണ്. സാർ ഇങ്ങനെ ചേട്ടിന്റെ അടുത്ത് വന്ന് ഒച്ച ഉണ്ടാക്കി എനിക്ക് ഉറക്കി വരുമോ? ഞാൻ കാല് പിടിക്കാം. ഒന്ന് ഉറങ്ങുക. എനിക്ക് ഉറക്ക് വരുന്നില്ല. ഒന്ന് ഉറങ്ങിക്കൂടെ മോളെ? ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈക്കാർട്ടിസ്റ്റും സഞ്ചരിച്ചുകൂടാത്ത വഴികളിലൂടെ ചിലപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നു. ഞാൻ സഞ്ചരിക്കാൻ വേണ്ടി പോവാ. ഇങ്ങനെ പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. കയറി നിൽക്ക്. ഉറങ്ങാനല്ലോ, കയറി നിൽക്ക്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഈ നേരം സ്നേഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, ഈ കാലം. ഉറങ്ങിയോ? ഉറങ്ങി. മെല്ലെ അവിടെ കൊണ്ടുപോയി കിടത്താം. വാവോ, ഉണർത്തല്ലേ, ഉണർത്തല്ലേ, ഉണർത്തല്ലേ. വിചാരിച്ച പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. സരോജ് കുമാർ, സരോജ് കുമാർ സാർ, ആരാണ് നിങ്ങൾ? ഞാൻ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം,
അഭിനയം എല്ലാം ചെയ്യുന്ന ശ്രീനിവാസൻ. ശ്രീനിവാസൻ, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ തലയമന്ത്രത്തിന്റെ സെറ്റിൽ ഊർവശിയുമായിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 1990 നിൽക്കുക, 2024 കൊണ്ടുവരണിക്കുന്ന നല്ല ചെലവുണ്ട്. എന്തെങ്കിലും ചെയ്യ് സാർ, ഒന്ന് കൊണ്ടുവന്നാ മതി. ആമാ. എന്താ അവന്റെ പേര്? രാജീവ് ഹോണ്. രാജീവ് ഹോൺ. രാജീവ് PP. വെറുതെ അല്ല പ്രാന്തായത്. രാജീവ് പി, നമുക്ക് കുട്ടിക്കാലത്തേക്ക് പോകാം. അയ്യോ, ഞാൻ ഡ്രസ് എടുത്തില്ല. എന്തിന്? കുട്ടിക്കാലത്ത് കരുത്തി ചികിത്സയാണ് സാറേ. കുട്ടിക്കാലമല്ല, നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. അതിമനോഹരമായ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തിന്റെ സൗവർണികമായിരിക്കുന്ന ആ കാലുകൾ ഇതാ രാജീവ് കുമാറിലൂടെ കടന്നു വരികയാണ്. കുഞ്ഞുകുട്ടിയായ സൈറൻ അടിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയാനുണ്ട്. എനിക്ക് റിമോട്ട് കാറ് വേണോ? അയ്യോ, റിമോട്ട് കാറിന് ഞാനവിടെ പോവാനാ? റിമോട്ട് കാർ ഇവിടുത്തെ ഏസിക്ക് തന്നെ റിമോട്ട് ഇല്ല, പിന്നെ അവന് റിമോട്ട് കാർ. ഇത്രയും കുട്ടിക്കാലത്തേക്ക് കൊണ്ടോണ്ടായിരുന്നു സാറേ. എനിക്ക് റിമോട്ട് കാർ വേണം. അയ്യോ, സരോജ് കുമാർ നിന്നും ഇതാ രാജീവനിലേക്കുള്ള പരമായ പ്രവേശം ചെയ്തിരിക്കുകയാണ്. തുറന്നു പറയൂ, ശ്രീനിവാസൻ എന്ന ഈ നടനോട് ഇത്രയും വലിയ അതങ്ങനെയല്ല സാറേ. ഇതൊരു ഹോസ്പിറ്റലാ. അന്റെ തല കഴിച്ചാട്ടോ നാടൻ പാട്ടും പാടുക, ഇത് ചന്തയല്ല, മനസ്സിലായില്ലേ? രാജീവ് കുമാർ, റിലാക്സ്. അല്ലല്ലോ, റിലാക്സ് അല്ലേ? കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി ഇരിക്കല്ലേ, അവിടെ റിലാക്സ് കൊടുത്താൽ ചത്തുപോകൂലേ? ഇവരൊക്കെ പറയാ റിലാക്സ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ 2024 നിങ്ങളുടെ ആ ജീവിതത്തിലെ സുപരിലമായിരിക്കുന്ന നിമിഷം, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം, അത് തുറന്നു പറയൂ. നല്ല സൈറൻ ഉണ്ട്, നന്നായിട്ട് പറയാനുണ്ട്. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പോ പിമ്പോ? പിമ്പാണ്. സാറേ, ഒന്നുണർത്തി തരുമോ? പറ്റില്ല, എനിക്കൊന്ന് ഉറക്കാനാ. ഇപ്പൊ ഒന്നും ചെയ്യരുത്. രാജീവ് കുമാറിനെ ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാൻ അവളെ എപ്പോഴും എറണാകുളം സവിതാ തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. സവിതാ തിയേറ്ററിൽ തന്നെ കൊണ്ടുപോകാൻ കാര്യം, അവിടെ തിയേറ്ററിനുള്ളിൽ ക്യാമറ ഇല്ല. ഈ ഹിപ്നോട്ടിസം കൊണ്ടുണ്ടായ ഏക ഉപകാരം. പറയൂ, ഇപ്പോഴും പറയൂ. നിങ്ങൾ ആ പഴയ കാലഘട്ടത്തിൽ നിന്നും തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ സരോജ് കുമാർ അല്ല, നിങ്ങൾ രാജീവ് കുമാറാണ്. നിങ്ങളുടെ രാജീവ് കുമാർ. അച്ഛന്റെ പേര് പറയൂ. രാജൻ. അമ്മയുടെ പേര് പറയൂ. വിലാസിനിയുടെയും രാജന്റെയും പൊന്നോമന പുത്രൻ രാജീവ് കുമാർ. കണ്ണുകൾ തുറക്കൂ രാജീവ്, കണ്ണുകൾ തുറക്കൂ. എന്താ ഇതാരാണ്? എന്താണ്? ലുക്കില്ലെങ്കിലും വർക്കിലല്ലേ? എനിക്കെന്തായിരുന്നു സാർ പ്രശ്നം? നിങ്ങൾക്ക് പഴയകാല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ജീവിതത്തെ മുഴുവൻ ഞാൻ വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞു. ആണോ സാറേ? എല്ലാം മാറി. ശ്രീനിവാസനായിട്ട് ജീവിക്കായിരുന്നില്ലേ? ആണോ? അതെല്ലാം മാറി. എല്ലാം മാറി. എനിക്കൊരു പുതിയ ജീവിതം കിട്ടി. എനിക്കൊരു പുതിയ ജീവിതമായി. നമുക്കൊരു വീട്ടിലോട്ട് പോകാം. വീട്ടിന് മുന്നിൽ കാലൊത്തിട്ട് തല്ലൊടിക്കും ഞാൻ. എനിക്ക് നിങ്ങളിനി വേണ്ട, നിങ്ങളുടെ ജീവിതം വേണ്ട, ഡിവോഴ്സ് ചെയ്യാം നമുക്ക്. പറഞ്ഞിട്ട് പോകുന്നത് ഇവളല്ലല്ലോ പറഞ്ഞത്. ഹിപ്നോട്ടിസത്തിനിടയ്ക്ക് എല്ലാ കഥകളും പറഞ്ഞത് നീയല്ലേ? കാമുകി, ഭാര്യ, സവിതാ തിയേറ്റർ, ക്യാമറ ഇല്ലായ്മ. അയ്യോ സാറേ, ഹിപ്നോട്ടിസം ചെയ്ത് സാറിന്റെ ജീവിതം നശിപ്പിച്ചതല്ലേ. പിന്നെ എങ്ങനെയാ സാറേ എനിക്കൊരു പുതിയ ജീവിതം തരാന്ന് പറഞ്ഞത്? ഇപ്പം മനസ്സിലൊരു പഴയ കാമുകി ഇല്ലേ, അതിനെ കെട്ടിയിട്ട് സുഖമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങിക്കോ. കതറാം.
നല്ലൊരു ഉഗ്രം കൈയടി. കിടിലായിരുന്നു കേട്ടോ, സൂപ്പർ. അസീർക്ക, ഗിരീഷേ, ഓ സാർ, വന്നിട്ട് പോയിട്ട് എത്ര നാളായി? ഇപ്പൊ ഒരു 2-3 ഷെഡ്യൂൾ ഇല്ലായിരുന്നു സാർ. അതൊരു സങ്കടത്തിലാണ് തിരിച്ചു പോയതല്ലേ? ആ സാർ, അതെന്താ അങ്ങനെ സങ്കടം വരാൻ അന്ന് ഉണ്ടായ കാരണം? നമ്മളത് കാര്യമായിട്ട് ഈ ഒരു ഷോനെ കണ്ടില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. അതെ. ഇപ്പൊ ആ തെറ്റൊക്കെ തിരുത്തി ഓ സാർ, നല്ല സാധനം തപ്പിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഗുണം സ്കിറ്റി കാണിച്ചു. താങ്ക് യു. നല്ല രസം ഉണ്ടായിരുന്നു 3 പേരും. ഗംഭീര കൗണ്ടറുകൾ, നല്ല സ്ക്രിപ്റ്റ്, നല്ല അവതരണ ശൈലി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ആ പഴയ ക്ഷീണമെല്ലാം മാറി കുറച്ചുകൂടെ എനർജി ആയിട്ട് അടുത്ത പ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട്. താങ്ക് യു, താങ്ക് യു. ബിജുക്കുട്ടൻ ചേട്ടാ, സൂപ്പറായിരുന്നു കേട്ടോ, താങ്ക്സ്. ഗംഭീരം, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. 3 പേരും നല്ല തകർത്ത് ആടി. ഞാൻ പറയണത്, ഒരു സൈക്കാട്രിസ്റ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരാളെ ഉറങ്ങാഞ്ഞിട്ട് എന്നിട്ട് കൊച്ചു പിള്ളേർ ഉറങ്ങിയാന്ന് നോക്കില്ലേ, ഉറങ്ങിയാടില്ലേ മിണ്ടല്ലേ കൊണ്ടുവന്നിരുത്തിയേക്കാം. അയ്യോ പക്ക സാധനം വരുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു ചേട്ടാ. ചേട്ടാ, ഇതാദ്യം ഞാനിതിന് കൈയടി കൊടുക്കുന്നത് ഇതിൻ്റെ ഉഗ്രം സ്ക്രിപ്റ്റിനാണ് ഞാൻ കൈ കൊടുക്കുന്നത്. ശ്രീനിയേട്ടനെ എങ്ങനെ നിങ്ങൾ ആവാഹിച്ചെടുക്കാവോ അത് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. നല്ല രസമായിരുന്നു. കാര്യം തുടക്കം മുതൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി അതിൻ്റെ സംഭവത്തിലേക്ക് വന്നു. പിന്നെ ഗിനീഷ് അത് ഈ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടിരുന്നു. പിന്നെ ഗിനീഷിൻ്റെ ഓരോ കൗണ്ടറിനും ഇവിടെ ചിരി വീണത് നിങ്ങളുടെ ആ പെർഫോമൻസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഈ ബാർബർ ഷോപ്പ് കോമഡി. അപ്പം ഞാൻ പറഞ്ഞ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്, പക്ഷേ അത് കേട്ട് വർഷങ്ങൾക്ക് ശേഷം ചിരിച്ച് ഇന്നാണ് വീണ്ടും. കാര്യം അത് ചിരിച്ച് നിങ്ങൾ പിന്നെ അത് രണ്ടാമത് ഉയ്യാടെ അസുഖം പിടികിട്ടി തുടക്കത്തിൽ ചിരിക്കാമെന്ന് പറഞ്ഞു അടുത്ത തമാശ പറയുന്നതിന് മുമ്പേ ഗിരീഷിച്ചു. അയ്യോ എല്ലാത്തിനും ഗംഭീര. കാര്യം വെച്ചാൽ ലൈഫാണ് കേട്ടോ. ഇങ്ങനെ ഈ സ്കിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ലൈഫിൽ കളിക്കുക എന്ന് പറയുന്നൊരു സുഖം നിങ്ങൾക്കും സുഖമാണ്, ഞങ്ങൾക്കും സുഖമാണ്. കാര്യം നമ്മളതിൽ ചേർന്ന് പോകും, യാത്ര പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കാതിരിക്കുന്ന നിമിഷങ്ങളില്ല. അങ്ങനെയുള്ള നിമിഷങ്ങൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് നല്ല സ്ക്രിപ്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പൊളി അടിപൊളി 3 പേർക്കും താങ്ക് യു സാർ. അപ്പൊ ഉഷാറായിട്ട് ആ മാർക്കിങ് നിന്നോ പുതിയ ജീവിതത്തിലേക്ക് കടക്കുക രണ്ടുപേരും. രണ്ട് വഴിക്കാണല്ലോ. അപ്പൊ അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർക്ക് ഫീസ് കിട്ടിയിട്ടില്ല, അപ്പൊ കാര്യമായിട്ട് തന്നോളൂ. അപ്പൊ ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാൻ തരാം. ആ അസീർക്ക, 10,000 രൂപ കൂടി. 10,000 രൂപ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത രണ്ടാമത് ചേട്ടാ 12 രൂപ. ഓ 22,000 രൂപ. അത് ഡോക്ടർ എടുത്തോ? ബാക്കി ഞാനും കൊടുത്താക്കാം. ആ 60,000 രൂപ. അടിപൊളി. അപ്പോ തിരിച്ചു വരവ് ഗംഭീരമാക്കി. ഇനി ഉഗ്രൻ സാധനങ്ങളുമായിട്ട് വരിക. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്. യെസ്, ലെറ്റ്സ് വെൽക്കം കിഷോർ ഏട്ടൻ, പ്രശാന്ത് ഏട്ടൻ ആൻഡ് ബിജു ചേട്ടൻ. ഈ ഐറ്റം കൊള്ളാം. ഒരിയാണേ കഴിച്ചോണേ, ഒരിയാണേ കഴിച്ചോണേ. തൽക്കാലത്തേക്ക് പൊരിയാണ്, കഴിച്ചോണം. കൊപ്ര പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഞാൻ വിശന്നപ്പം കഴിച്ച്. കഴിഞ്ഞ മെയിൽ വന്ന സ്റ്റോക്കൊക്കെ തീർന്ന് ഇനി അടുത്ത മെയിലേ ഉള്ളു എന്ന് പറഞ്ഞ് കരയുന്നത്. അറബാബ് വിളിക്കുന്നു. ഹലോ അറബാബ്, അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. അയ്യോ സോറി അറബാബ്, ചന്തയിൽ ഇറച്ചിയോണ്ട് ഷാജിക്ക് ഷുഗർ കൂടിയെന്ന്. ഇൻസുലിൻ വാങ്ങിക്കാം. എന്തോ പറയുമല്ലോ, വാങ്ങിക്കുമ്പോ നെപ്റ്റ്യൂൺ അല്ല പ്ലൂട്ടോ, ശുക്രൻ. ഇനി 200 ലിറ്റർ പാല് വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ എവിടെ നിന്ന് കറന്ന് കൊടുക്കുക? ആകെ എത്ര ആടേ ഉള്ളു, എല്ലാം വീണ് ചത്തേ. എന്താ പൊന്നു മണിയണ്ണ, ഇത് നമ്മളെ കേരളമല്ല ഗൾഫാണ്. നിങ്ങളെ മണ്ടത്തരൊന്നും എഴുന്നള്ളിക്കല്ലേ. മണ്ടത്തരൊന്നും എഴുന്നള്ളിക്കൂല. അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത്. നീ അല്ല ഇപ്പൊ മണ്ടത്തരം പറഞ്ഞു. ഞാൻ എന്താ മണ്ടത്തരം പറഞ്ഞു? ശോഭയായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. ശോഭയെ കൊണ്ട് ലാൻഡ് ചെയ്തെന്നാ? അല്ലാതെ അണ്ണാ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് എന്ന് വെച്ചാ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തെന്ന്. അങ്ങനെ എനിക്ക് മരുഭൂമിയെ കണ്ടിട്ട് ആകെ പേടിയാവുന്നേ. എന്തിനാണ് ടെൻഷൻ? നമ്മളെ ഫാസിയണ്ണ ഇവിടുത്തെ ആരാണ്? ഷെയ്ഖാണ്. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഫാസിയന്റെ കൊടുക്കും. നമുക്ക് ഇവിടെ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഷെയ്ഖുമാരല്ലേ. നമ്മൾ ഈ മരുഭൂമിയിൽ എവിടെ പോയി നമ്മുടെ ഫാസിയന്നെ തപ്പോടെ ഒരു കിറുക്ക ഇരിക്കുന്നതേ. ഞാൻ ചോദിക്കാം, അറിയാവുന്ന അറബിയിലൊക്കെ ചോദിക്കാം. കൊണ്ട് നശിപ്പിച്ചോളയല്ലേ.
ഫാസി അറബി കിത്താല സാലി. എടേ ഞണ്ട് മണിയാ പഞ്ച് രവി. നമ്മുടെ അടുത്ത പരിവൻ എങ്ങനെ അറിയാം? എടാ ഞാൻ ബാസി ആച്ചി അണ്ണേ. അയ്യ, കാച്ചിയല്ല. എന്നെ കണ്ടപ്പോ അവൻ പാസി എന്നാന്ന് വിളിച്ചത്. ഇവിടെ പാസി നാട്ടിലൊക്കെ പറയും നീ ഇവിടുത്തെ ഷേക്കാണെന്നാണ്. ഈ ചോക്കോട്ടല്ലിരിക്കണ ഞാനാ ഷേക്ക്. അണ്ണാ നമ്മൾ ഷെയ്ക്കിനെ കാണാൻ വന്നപ്പോ കണ്ടാ ഷോക്ക് അടിച്ച പൂച്ചക്കണക്കിരിക്കണ. അയ്യോ ഡേയ്, ഇതെന്തൊരു കോലവിടെ ഇത്. നിങ്ങൾ എങ്ങനെയാടാ ഇവിടെ? ഞങ്ങൾ ഒരു കയറി വന്ന് കുറച്ചാൾ മുമ്പ് എനിക്ക് എങ്ങനെയാ കുരി കയറി തന്നെ വന്നത്? ഒരു കയറി വന്നല്ല, കാലിഫോർണിയയിലേക്ക് ചരക്ക് കൊണ്ടുപോണ ഒരു കയറി വന്ന് അത് ദുബായ് കടപ്പുറം വഴി ഞങ്ങൾ തിരിച്ചു വിട്ട്. കടലിൽ ചാടി ഞങ്ങൾ ആരെ ഫർലോക്ക് നീന്തി. അങ്ങനെയല്ലേ ഫാസിയണ്ണ ഞങ്ങൾ ഇവിടെ എത്തിയത്. നമ്മളിവിടെ ഈ അറബികളെ കാണുമ്പോഴേ അറിയാൻ വേണ്ടി എന്താ ഒരു കോഡ് ഭാഷ പറഞ്ഞു തന്നല്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് നിനക്കറിയാവോ? ഗഫൂർ കാ ദോസ്ത്. നിനക്കറിയാവോ? ആ കിഴക്കൻ കാരണം തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അത് തന്നെ ഫാസിയണ്ണ എന്റെ ഈ അറബി വേഷം കണ്ടിട്ട് ഫാസിയണ്ണ എന്തെങ്കിലും തോന്നണ? എനിക്കൊന്നും തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ അറബി വരും, അയാൾക്ക് എന്തെങ്കിലും തോന്നും. പറഞ്ഞില്ലേ നിനക്ക് അറബി ഭാഷ ചേരൂല. അങ്ങോട്ട് പാലില് എന്റെ പൊന്നണ്ണ ഇത് എന്തോന്ന് കോലം ഉണ്ടായത്. എന്താണ് ഇവിടെ കഴിക്കാൻ വല്ലതും കിട്ടണ്ടേ? ഈന്തപ്പഴം കൊഴിഞ്ഞു വീഴ നിനക്ക് പറക്കി തിന്നൂടെ? ഈന്തപ്പഴോ? ഇവിടെ ഈന്തപ്പഴം കിടക്കുന്നു. നിനക്ക് വേണ്ടായിരുന്നല്ലേ, ഇനി ഞങ്ങൾ കഴിച്ചോ? ഞങ്ങളെ കുറച്ച് കഴിക്കട്ടെ. കഴി. നമ്മുടെ നാട്ടിൽ ഈന്തപ്പഴത്തിന് മധുരമല്ലേ? ഇതൊരുമാതിരി ചവർപ്പടേ. ചവർപ്പുണ്ട്. ഏയ് നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും ഈ ആട്ടും കാട്ടത്തിന് ഒരു കവർപ്പ് കാണും. നിങ്ങൾക്കെടുത്താ എന്ത്? ഞാൻ കൈകൊണ്ട് തൊടൂല, എനിക്ക് മനം മറിക്കും. നീ കണ്ടൊക്കെ വലിച്ചു വരെ തിന്നാൻ വേണ്ടിട്ട്, ആട്ടുകാട്ടം തിന്നാൻ വേണ്ടി നീ ഇതുവരെ വന്നാടാ? ഇതെന്തൊരു വേഷമാണോ? എടാ ഇവിടെ ആടുകൾ മാത്രമല്ലേ ഉള്ളൂ. വളവളർത്ത ഡ്രസ് ഇട്ടിട്ട് ആര് കാണാൻ? ഞാനും ആടും മാത്രം. ആട് മാത്രമേ ഉള്ള. പിന്നെ നിനക്ക് ഡ്രസ്സൊക്കെ അയച്ചു നടന്നു. അങ്ങനെ പറയല്ലേ. എടാ ഒരു ദിവസം ഈ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ട് ആട്ടും കൂട്ടി കയറി ഞാൻ തുണിയില്ലാതെ കിടന്നു. നീ ആ നിക്കുന്ന ആടിനെ കണ്ട? അവനൊരു മുട്ടനാടാ. അവൻ എന്നെ നോക്കി വല്ലാത്തൊരു നോട്ട് കൂടി. എങ്ങനെ ഒന്നുകൂടെ കരയുന്ന പോലെ തന്നെ ഉണ്ട്. കറക്റ്റ് സൗണ്ട് തന്നെ. നീ എന്തിനു വിചാരിച്ച് ബ്ലസ്സി സാറിന്റെ ആട് ജീവിതം ഇവിടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേ 6 ആടിനല്ലടാ ഞാൻ ഡബ് ചെയ്തത്. മൃഗങ്ങൾക്കൊക്കെ നിങ്ങൾ ഡബ് ചെയ്യോ? സിനിമയിലെ മൃഗങ്ങൾക്ക് ഡബ് ചെയ്യാൻ എളുപ്പമാണ് തന്നെ. അങ്ങനെയാണെങ്കിലേ മണിയണ്ണന് കൊളക്കോയുടെ സൗണ്ടിൽ ഡബ് ചെയ്യാല്ല. ആരാ കൊളക്കോളിന്റെ സൗണ്ട് പറഞ്ഞത്? ഞാൻ എപ്പോഴാ കൊളക്കോളിന്റെ സൗണ്ട് പറഞ്ഞത്? കുളത്തിന്റെ അവിടെ നിങ്ങൾ കുളിസിയും കാണാതിരിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ കല്ലെടുത്തെറിയുമ്പോ നിങ്ങൾ കൊളക്കോയുടെ സൗണ്ട് ഉണ്ടാക്കിയല്ലേ ഓടി രക്ഷപ്പെടുന്നത്? കല്ലെടുത്തെറിഞ്ഞപ്പോ സൗണ്ട് ഉണ്ടാക്കിയതല്ല, കൈത മുള്ളു തൊണ്ടേ കൊണ്ടപ്പോ ആക്കിയതാണ് ഞാൻ. അല്ല പിന്നെ മാറ്റമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ആട് ജീവിതം സിനിമയുടെ ഷൂട്ട് നടന്നില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു. ബ്ലസ്സി സാറിന്റെ ആട് ജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത്. ബ്ലസ്സി സാറിന്റെ അടുത്ത് ഞാൻ ഒരു വേഷം ചോദിച്ചു. സാർ പറഞ്ഞു പൃഥ്വിരാജ് നാട്ടിൽ പോയതിനു ശേഷം അറബി ഇവിടെ നയിക്കുന്ന ആടുകളെ നോക്കുന്ന ഒരാളുണ്ടല്ലോ, ആ വേഷം തരാന്ന്. അങ്ങനെ സിനിമയും കഴിഞ്ഞ് യൂണിറ്റും പോയി. ഞാൻ അറബിയോട് ചോദിച്ചു പോട്ടാ, ഇല്ല കട്ട് പറഞ്ഞില്ല, 30 വർഷം കഴിയുമ്പോ കട്ട് പറയാന്ന്. അങ്ങനെ പെട്ടുപോയടേ. അണ്ണന് പിന്നെ എപ്പോഴെങ്കിലും ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു അണ്ണ? എടാ 150 കിലോമീറ്റർ മണലാരണ്യം അല്ലടാ, എവിടെ ഓടായി. ഇടയ്ക്ക് ഞാൻ ഓടിയായിരുന്നു. ഒരു 15 കിലോമീറ്റർ എത്തിയപ്പോഴത്തേക്ക് കയ്യും കാലും കഴിച്ച് എനിക്ക് വെള്ളം താഴ്ച ഞാൻ അവിടെ വീണു. അവസാനം എന്റെ മൊബൈലിൽ ഞാൻ ഇവിടെ അറബി വിളിച്ച് കാർ അങ്ങ് വരുത്തിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു 3-4 പ്രാവശ്യം വീണ്ടും ഓടി. അപ്പോഴെല്ലാം അറബി വന്ന് കാറിൽ വിളിച്ചോണ്ട് വരും. ഇപ്പൊ ആ അറബി അവിടെ യൂബർ ടാക്സി ഓടുന്നു. മാസത്തിൽ 4 പ്രാവശ്യം ഞാൻ ഓട്ടം കൊടുക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, അറബി പഠിച്ചിട്ടുണ്ടാ? 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്നാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ പഠിച്ചു കാണൂല. അയ്യോ അതല്ല, അറബി സംസാരിക്കുമെന്നാണ് അണ്ണൻ ചോദിച്ചത്. ഒരു സംസാരമല്ല, വന്നു കഴിഞ്ഞാൽ എന്നെ കുനിച്ചീർത്ത് ഇടിയാണ്. എനിക്ക് ടെൻഷൻ അടിക്കുന്നത്. എന്തോന്ന് പറഞ്ഞത്? എനിക്ക് ടെൻഷൻ അടിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കാൻ അവിടെ ഒന്നുമില്ല. തൽക്കാലം നീ ടെൻഷനെങ്കിലും അടി. എനിക്ക് ഒരുമാതിരി തോന്നുന്നു കക്കൂസ് ഉണ്ടാടാ. ആ മണലാരണ്യത്തിന്റെ അക്കരെ പൊക്കോ. അവിടെ വെള്ളം കിട്ടുവോ? വെള്ളം കിട്ടൂല, മണൽ വാരിക്കൊണ്ട് പോകണം. ഞാൻ കക്കൂസിലാ പോണത്, അല്ലാതെ കപ്പലിന്റെ ഉറക്കാനല്ല പോണത്. പാസിയണ്ണ ഇവിടെ മണൽക്കാറ്റില്ലേ അണ്ണ? ഈ മണൽക്കാറ്റ് അടിക്കുവാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം എന്നെ അടിക്കുന്നുണ്ട്. ഇനി മണൽക്കാറ്റായിട്ട് കുറയ്ക്കണേ, അതും അടിച്ചിട്ട് പോട്ടടാ. അയ്യോ, എനിക്കൊരു സംശയം. 6 മാസം മുമ്പ് വെളുത്തു തുടുത്തു സുന്ദരനായി നമ്മുടെ നാട്ടിൽ വന്നില്ല, നീ കണ്ടില്ലേ? നാട്ടിൽ പറയരുത്. നിനക്ക് ഭ്രാന്താടാ. എടാ എന്റെ അതേപോലത്തെ ഫിഗർ ചെയ്യുന്ന ഒരു പയ്യനെ എനിക്ക് കിട്ടി, കടക്കാവൂർ ശ്യാം. അവൻ നാട്ടിൽ പോയി കറക്റ്റ് ഫിഗർ ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ അതേപോലെ അഭിനയിച്ചിട്ട് പറഞ്ഞു കൊടുത്ത പോലെ കറക്റ്റ് അഭിനയിച്ച് അല്ലേ? അണ്ണന്റെ ഭാര്യയെ വിളിച്ചോണ്ട് സിനിമയ്ക്ക് പോയി, പാർക്കിൽ പോയി, മ്യൂസിയത്തിൽ പോയി, തിരിച്ച് വരാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ചേ 4 ചുംബനമാണ് കൊടുത്തത്. അതൊന്നും സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു. എന്തായാലും അവൻ അഭിനയിച്ച് കേട്ടുന്നുണ്ട്. കൈന്നിട്ട് കളിക്കുന്നുണ്ടോ?
ഉമ്മയല്ല 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ നാട്ടിൽ പോണോന്ന് ചോദിച്ചത്. അവനെ ഞാൻ വിടാം, അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ എങ്ങനെ വരുവാടേ? ഞാൻ എയർപോർട്ട് വരെ വരണമെങ്കിൽ തന്നെ ഈ ആടിനെ കൊണ്ട് വരണം. ഈ ആടിന് എയർപോർട്ടിൽ ഭയങ്കര പിടിപാടായിരിക്കും. അങ്ങനെ വാടാ അവിടെ നിന്ന്. എന്റെ പാസ്പോർട്ട് വിഴുങ്ങിയ പട്ടിയാണ് നിൽക്കുന്നത്. പട്ടിയാ അതല്ലേ? ആ ആടിനെ പറഞ്ഞതാ ദേഷ്യം കൊണ്ട്. എങ്ങനെ വരും ഞാൻ നാട്ടിൽ? അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ എന്നെ മനസ്സിലാക്കാൻ? ഈ കിങ്കോങ്ങിനെ പോലെ ഇരിക്കുന്ന എന്നെ ആരറിയും? ബാസി പട്ടിണി കിടക്കാം, നമുക്ക് ദുരവസ്ഥ വന്നെന്നിരിക്കാം എന്നും പറഞ്ഞ് ഇത്ര കൂടെ തരം താഴാൻ പാടില്ല. എടാ ഈ കിങ്കോങ് താടിച്ച് കൊടുത്ത് പൊക്കം കാണൂലേ? എങ്ങനെ കല്യാണമാണ് അങ്ങോട്ട് വന്നത്? 5 മണിക്ക് മുമ്പ് 6 വരുമ്പോ എനിക്ക് 200 ലിറ്റർ പാല് കറന്നു കൊടുക്കണേ. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. ഈ ആടിന് എങ്ങനെ 200 ലിറ്റർ പാല് കറക്കുന്നത് കിട്ടുവോ? എടേ ലൈൻ കമ്പിയിൽ വവ്വാലാടും പോലെ അകടി കിടന്ന് തൂങ്ങിയാ പോലും ആകെ 20 ലിറ്റർ ആണ് കിട്ടണത്. കണ്ട ഇതെന്തോ ചുവന്ന പാലാ? ചുവന്ന പാലല്ല, കറന്ന് അകടിന്ന് ചോര വന്നതാണ്. ഈ അറബികളൊക്കെ ചോരപ്പാല് കുടിക്കുവോ? ഇനി ചോരപ്പാലെന്ന് ആര് പറയുന്നത്? ആടിന്റെ രോമം കൂടെ പറിച്ചിട്ട് കുങ്കുമപ്പൂ കലക്കിയ പാലെന്ന് പറഞ്ഞു അടിച്ചോളൂ. ഇതാണ് മലയാളികളുടെ ബുദ്ധി എന്ന് പറയുന്നത്. അല്ല പിന്നെ ബാസി, നിനക്ക് നാട്ടിൽ പോണമെന്നില്ലേ? ഒരു വല്ലാത്ത ഗതികേട് എന്നല്ലേ ഇവിടെ? വല്ലാത്ത ഗതികേട് എന്നടേ. എന്റെ അച്ഛൻ പ്ലെയിൻ ക്രാഷ് മരിച്ചോണ്ടല്ലേ എനിക്കിവിടെ ജോലിക്ക് വരേണ്ടി വന്നത്. എന്റെ അച്ഛൻ എപ്പോഴാണ് പ്ലെയിനിൽ കയറിയത്? കേട്ടിട്ടില്ല. അച്ഛൻ പ്ലെയിനിൽ കയറിയിട്ട് ഈ സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നുകൊണ്ടല്ലേ അച്ഛൻ ആക്സിഡന്റ് പറ്റിയത്. സീറ്റ് ബെൽറ്റ് അവിടെ ഹെയർ ഹോസ്റ്റസ് ഇല്ല, അവരൊക്കെ സീറ്റ് ബെൽറ്റ് പറയരുത് കേട്ടല്ലോ. പാലോട് മേടല് റൈഡിൽ കൊണ്ടുവച്ച കളിപ്പാട്ട പ്ലെയിനകത്ത് എവിടെ സീറ്റ് വലിച്ചിരിക്കുന്നു? അവിടെ എയർ ഹോസ്റ്റസ് ഇരിക്കുന്നു. ഫസ്റ്റ് കറങ്ങൊക്കെ തന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് പീര തെറിക്കുമ്പോൾ അച്ഛൻ ചെറിച്ച്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം 5 രൂപ പാസിന് എല്ലാ റൈഡിലും അച്ഛൻ കയറി. അവസാനം ഈ അല്ലലൂഞ്ഞൽ ഇടിച്ചിട്ടാണ് താഴെ വന്ന് വീണത്. അച്ഛൻ ഇൻഷുറൻസ് കിട്ടിയാ? ചേട്ടന് നിക്കർ പോലും കിട്ടിയില്ല, പിന്നെ ഇൻഷുറൻസ്. ഇവിടുന്ന് രക്ഷപ്പെടണമെന്നില്ലടേ. നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും നാട്ടിൽ പോവും. അറബി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിന്റെ കീഴിൽ നീ 2 പേരെ നിയമിച്ച അന്ന് നിനക്ക് എന്നേക്കുമായിട്ട് നാട്ടിൽ പോകാം. എനിക്ക് 2 പേര് ഇന്നാണ് കിട്ടിയത്. നിങ്ങൾ 2 പേരും ഡിഗ്രി അണ്ണന്റെ ആവശ്യമില്ലായിരുന്നു. ഡിഗ്രി SSLC. അപ്പൊ നിങ്ങൾ ജോലിക്കെടുത്ത് ജോലി എന്താണെന്ന് അറിയണ്ടേ? പറ. ഇതാണ് നിങ്ങളുടെ ജോലി, ഇതാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അപ്പോൾ പാസ് ചെയ്യണ്ട എന്ന് വെച്ചാ പോയി ജോലി ചെയ്യടാ കഴുതകളെ. വാരിക്കോരി വിതറിന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാല് തുടക്കം മുതലേ തന്നെ ആ ഫോണിൽ തന്നെ ഭയങ്കര ചിരിയായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഏതൊക്കെയാണ് നമുക്ക് പിടിയില്ല, കാരണം അത്രക്ക് തമാശകളുണ്ടായിരുന്നു. ഇങ്ങനെ വേണം സ്കിറ്റ് ചെയ്യുമ്പോൾ, ഇത് ആദ്യം തൊട്ട് അവസാനം വരെ. ഇപ്പം ആ ബാക്ക് ഡ്രോപ്പിലൊക്കെ ഉണ്ടായിരുന്ന മരുഭൂമിയും അതുപോലെ ഇവിടെ വെച്ചിരിക്കുന്ന ആർട്ടിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ. അവസാനം ക്ലൈമാക്സ് വരെ നല്ല പഞ്ചായിരുന്നു. 3 പേർക്കും കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അത് ഒരാൾ മാത്രം ലീഡ് ചെയ്ത് കളിച്ചല്ല. നേരത്തെയൊക്കെ വരുമ്പോൾ എനിക്ക് പ്രശാന്ത് ഒന്ന് ലീഡ് കളിക്കും, അല്ലെങ്കിൽ ചേട്ടനൊന്ന് ലീഡ് ചെയ്ത് കളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് 3 പേർക്കും തുല്യമായിട്ടുള്ള കൗണ്ടറുകളായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മൊത്തം നിറഞ്ഞു നിൽക്കുള്ളൂ. അത് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നല്ല ഉഗ്രനായിരുന്നു. ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാണല്ലോ ഈ കൗണ്ടറുകളുടെ പെരുമഴയായിരുന്നു കേട്ടോ. അത്രയും കൗണ്ടറുകളായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു കൗണ്ടർ പോലും വേസ്റ്റ് ഇല്ലായിരുന്നു, എല്ലാ കൗണ്ടറും കയറ്റുന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ചിരിച്ചു ഒരു സാധനമുണ്ട്, മാസ്റ്റർ പീസ് സാധനം. അതായത് ഈ ചോര വീണ പാൽ അറബി കുടിക്കുകയോടെ ഞാൻ ആട്ടിൻ്റെ ഇച്ചിരി രോമം ഇട്ടിട്ട് മറ്റേ കുങ്കുമപ്പൂ എന്ന് പറയുന്നത് ഉഗ്രം കൗണ്ടറായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ നമ്മൾ പ്രശാന്ത് നടന്നു വന്നപ്പോൾ ഈ ഗെറ്റപ്പാണ് ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മറ്റേ നമ്മുടെ അതിൻ്റെ ആടുജീവിതത്തിൻ്റെ ഒക്കെ സീരിയസ് പരിപാടിയിലേക്ക് ആദ്യം പോവുകയാണ്. പ്രശാന്ത് വന്ന് എൻ്റെ പൊരിയാണേ ആ പാട്ട് തൊട്ട് തുടങ്ങി ഈ സാധനം അങ്ങോട്ട് ഹൈപ്പായി. പിന്നെ ബിജുവും കിഷോറാണ്, നിങ്ങൾക്ക് 2 പേർക്ക് ഈ വേഷം അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. വിസ്താര ടീമിനൊരു ഉഗ്രം കൈ കൊടുക്കണം കേട്ടോ. അടിപൊളിയായിരുന്നു ഭയങ്കര. കാരണം അത് സെറ്റും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്നും കളിച്ചാൽ മതി. കാര്യം ബാക്കി ഒരു 40% അവിടെ ആയി, ഒരു 60% നമ്മൾ ആഡ് ചെയ്താൽ മതി. ആ ആഡ് ചെയ്യുന്നതിൽ നിങ്ങൾ ഗംഭീരമായിട്ട്. പിന്നെ എയർപോർട്ടിൽ ആടിനെ കൊണ്ട് പോകണം, ആടിന് നല്ല പിടിപാടാണ്, പാസ്പോർട്ട് തന്ന പട്ടിയാണ്, എന്ത് കാര്യം എല്ലാം ലിങ്കാണ് അതിനകത്ത്. ഇവിടുന്ന് വിട്ടു പോകുന്നില്ല, വേറൊരു സ്ഥാനത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എല്ലാം മറന്ന് കളിച്ചെന്ന് പറയാം. ഗംഭീരമാണ്, അടിപൊളി. താങ്ക് യു. ഈ സ്കിറ്റ് പറയാനായിട്ട് വൈകിപ്പോയി എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഇതിൽ ഹിറ്റായ ഒരു പടത്തിൻ്റെ ഫോളോ ചെയ്ത് ഒരുപാട് സ്കിറ്റുകൾ വരേണ്ടതാണ്. പക്ഷെ ആടുജീവിതത്തിൻ്റെ ഒരിടത്തും വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നേരത്തെ വരേണ്ട സാധനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നിമിത്തമാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് വേണമായിരുന്നു, കിട്ടിയത് ഇപ്പോഴാണ് അല്ലേ? ഗംഭീരമായിട്ട് 3 പേരും ചെയ്തു കേട്ടോ, അടിപൊളിയായി.
ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പ്രശാന്താണെന്ന് കരുതിയില്ല കേട്ടോ. വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് വന്നതാണ്. ആ വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റാണെന്ന് വിളിച്ചു. ഭയങ്കര മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ. ഭയങ്കര ചേഞ്ച് ആണ് കാണാൻ. രാജേഷിനോട് നന്ദി പറയണം. ആണോ? ഒരുപാട് സമയം എടുത്തു. അടിപൊളി അടിപൊളി അടിപൊളി. ഭയങ്കര രസമുണ്ട്. 3 പേരും ഗംഭീര കൗണ്ടറുകൾ, നല്ല എന്താണ് ആർട്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട്. ഇത് മൊത്തത്തിൽ ഫ്രെയിമിൽ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. ബാക്കിയെല്ലാം ഇവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട. അടിപൊളി. താങ്ക് യു. അപ്പൊ കയ്യോടുകൂടി ഒരാൾക്ക് നാട്ടിൽ പോകാനും ബാക്കിയുള്ള 2 പേർക്ക് ഇവിടെ അല്ലറ പരിപാടിക്കൊക്കെ ആയിട്ട് കുറച്ച് പൈസ വേണം. മാർഗ് തന്നു. ഞാൻ ഒരു 12. 12,000 രൂപ. ഇത് ചേട്ടാ ഈ മരുഭൂമിയിലൊക്കെ കിടന്ന് അലഞ്ഞല്ലേ? 13. ഓ അപ്പൊ തന്നെ ടോട്ടൽ 25,000 രൂപയായിട്ടാണ് നസീർക്ക് അറിഞ്ഞു കൊടുക്കണം. നാട്ടിൽ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടൊക്കെ പോണ്ടേ? നാട്ടിൽ ആളെ വിട്ടിട്ടുണ്ട് വേറെ. അല്ലാതെ 6 മാസം കൂടുമ്പോഴല്ലോ. എന്നാലും ഒറിജിൻ ചെല്ലുമ്പോ എന്തെങ്കിലും പിള്ളേര് പ്രതീക്ഷിക്കുമല്ലോ, വൈഫ് ഇല്ലെങ്കിലും. അപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് നടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. അടിപൊളി. ജോലിക്ക് കേറിയപ്പോ തന്നെ അത്യാവശ്യം പൈസ കിട്ടി. ഇവിടെ അങ്ങോട്ട് സ്ഥിരമാക്കുക. പുള്ളി നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. അടുത്ത ഐറ്റമായിട്ട് കാണാം. താങ്ക് യു പ്രശാന്താ. ശരട്ടാ താങ്ക് യു. കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റിന് വരാൻ പോകുന്നത് ടീം എസ്. സെൽവരാജ്, ശംഭു, ശ്യാമ്. വിളിക്കട്ടെ മക്കളെ. അടിച്ചു തരാടാ ആണ്ടവനു അതോ സെഡ്ജിയോ? അങ്ങനെ പറയണം. പറ്റൂലെന്നാ നിന്റെ അച്ചവിടെ ഉണ്ടാ? തൊണ്ടേ പിടിക്കാൻ പറ. അടിച്ചു തരാടാ ആണ്ടവനു സെഡ്ജിയോ. കറക്റ്റ് ആയില്ലേ? അങ്ങനെ പഠിക്കണം. ഹലോ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ്. ഇല്ല പറയാൻ പറ്റും. അല്ല ക്ലിയർ ചെയ്യാതെ അവിടെ ട്രാഫിക്കിലെ ചെറിയൊരു പ്രശ്നം. അത് ഞാൻ ക്ലിയർ ചെയ്യാം സാറേ. ശരി, കുഴപ്പമില്ല സാറേ. ഓ PT പുളകായി. നീ വീട്ടിൽ കിടന്ന് പുളയെ ആറ്റി കിടന്ന് കുളിക്കുകയും ചെയ്യാൻ എനിക്കെന്ത്? അല്ലെന്ന്, ഞാൻ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് PT പുളകൻ. സാർ ഇവിടെ വരാൻ പറഞ്ഞ എന്തിനാ? നീയാണ് മിമിക്രിക്കാരൻ. നിനക്കെതിരെ മൊത്തത്തിൽ പരാതിയാണ്. ഒരാളല്ല, ഒരു സമൂഹം. സംഭവം വേറെ ഒന്നുമല്ല. നീ എവിടെ മിമിക്രി അവതരിക്കുന്നോ അവിടെയുള്ള വില മൊത്തത്തിൽ കുത്തനെ അങ്ങ് ഇടിയാണ്. 5 ലക്ഷം രൂപ വില വരെയുള്ള വസ്തു നിന്റെ ഒറ്റ മിമിക്രി കാരണം വെറും 5000 രൂപയിൽ ഒതുങ്ങുകയാണ്. അപ്പൊ മിമിക്രി ഉണ്ടാക്കാൻ നടക്കുന്നവൻ. സാറേ, ഇത് നാട്ടുകാർ അസൂയാണ്. നാട്ടുകാർക്ക് എന്താണ് അതിനെ കുറിച്ച് അസൂയ? ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ. അതേ സിനിമയുടെ ഈ സിനിമയിൽ ലൊക്കേലായിട്ട് വന്നത്. സിനിമയിലൊക്കെ ആയല്ലോ ഞാൻ. അതുകൊണ്ട് നാട്ടുകാർക്കുള്ള അസൂയാണ് സാർ. ഭയങ്കര അസൂയനടെ നിന്റെ മിമിക്രിക്കാരെ കുറിച്ച്. നിന്റെ ട്രൂപ്പിന്റെ പേരെന്തോടാ? തിരുവനന്തപുരം തനിപ്പിടി. പരിപാടിയുടെ പേരാ? ചിരി ചിങ്കത്തിലും തീരൂല. അടി കുമ്പം മീനം കഴിഞ്ഞാലും തീരത്തില്ലടാ. അവന്റെ ചിരി ചിങ്ങത്തിലും തീരത്തില്ല. സാറേ, എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഗർ ഷോ ആണ്. മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും, ലാലേട്ടന്റെ ഫിഗർ ചെയ്യും. അയ്യോ, പിന്നെ എന്റെ ഏറ്റവും ഡിറ്റോ ഫിഗർ സിനിമ നടൻ ദേവന്റെ ഫിഗർ ചെയ്യും. എന്റെ ഭഗവാനെ, നിനക്കെതിരെ പരാതി തരേണ്ടത് ഒരു ഗ്രാമമല്ലടാ, ഇന്ത്യൻ മഹാരാജ്യം മൊത്തത്തിൽ തരണം വരുന്നു നിനക്കെതിരെ. പുതിയ ഒരു ഫിഗറും കൂടെ ഉണ്ട്. വിജയ് മേനോൻ. അയ്യോ, അപ്പൊ ഇന്ത്യൻ ഭൂഗോളത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. ഒരു കാര്യം ചെയ്യും, കരം തീരുന്ന രസീത് ജാമ്യത്തിന്റെ ഒരാള് അവിടെ പോയി കൊണ്ടുപോവാ. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, മിമിക്രി എന്ന് പറയുമ്പോൾ ഒരു ഉദാത്തമായ ഒരു കലയാണ്. അതിനെ കളിയാക്കാൻ നിൽക്കരുത്. അത് നല്ലതാണോ കൊച്ചെ? ഹലോ മിസ്റ്റർ കലാഭവൻ. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ വിടൂല? ഇല്ല, എന്നെ ഇറക്കാൻ ഇപ്പൊ ഇവിടെ ആള് വരും. മിമിക്രിക്കാരനെ ഇറക്കാൻ വരുന്ന ആണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാൻ സ്റ്റീഫൻ ദേവസ്യ. എങ്കിൽ ആ പൂത്തിരി വരുന്ന കിത്താർ എടുത്ത് വെച്ച് വായിക്കും. ആ സ്റ്റീഫൻ ദേവസ്യല്ല, പിന്നെ ഞാൻ ഈ നാട്ടിലെ ഒരു വൻകിട പ്രമാണിയാണ്. ആയിക്കോട്ടെ. ഈ മുമ്പ് ഇവിടെ ഇരുന്ന സുഗുണസൈക്ക് അറിയാം. പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ പൊക്കമുള്ള കോഴിയുടെ, കഴുത്തുണങ്ങിയ കോഴിയുടെ കറി ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാ. പുള്ളി കടിച്ചു വലിച്ച എങ്ങനെ തിന്നു. സാറേ, സമയം കിട്ടുമ്പോ വീട്ടിലോട്ട് വാ, കോഴിയൊക്കെ തിന്നാം. ഞാൻ കോഴിയെ കൈകൊണ്ട് തൊടില്ല. അതെന്താ, കയ്യില് കോഴി കൊത്തിയോ? ചോദിച്ചതാ. മദ്യം സേവയുണ്ടോ? ഇല്ല. നമുക്ക് വീട്ടിട്ട് വാറ്റിയാലോ നമുക്ക് 2 പേർ കൂടി? വേണ്ട. താങ്കൾക്ക് എന്താണ് ജോലി? എനിക്ക് രാഷ്ട്രീയമാണ് സാർ. ഓഹോ, ഇടതാണോ വലതാണോ? ഇടതും വലുതുമല്ല. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം, രാജ്യ പൗരത്വം തുളുമ്പുന്ന ഒരു രാജ്യസ്നേഹിയാണ് സാർ ഞാൻ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി സമയത്ത് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിരുന്നു. ഫോൺ വെച്ചിട്ട് പോ. ഇപ്പം ആ മൊബൈലിൽ കേട്ട റിംഗ് ടോൺ ഇല്ലേ, അത് ഏത് സിനിമയിലെ പാട്ടാണ്?
ഷാറുഖ് ഖാന്റെ പടം ഋതിക് റോഷന്റെ ഏതോ ഒരു പടത്തിലല്ലേ, നല്ല പാട്ടാണ്. എന്റെ മൊബൈലിൽ ഒന്ന് കേട്ടിത്തരാൻ പറ്റുമോ? ഇപ്പൊ കേട്ട പാട്ട് രാജ്യസ്നേഹി. ഇങ്ങോട്ട് പറഞ്ഞില്ലേ സാറേ, നിന്നെ നല്ല പരിചയം എവിടെ കണ്ടതുപോലെ. ലോഡ്ജ് ഇട്ട് പൊക്കിയതാണ് അല്ലെങ്കിൽ മാറ്റിയാരേ ഉണ്ടാക്കിയത്? അവിടെയല്ല, പിന്നെ അവിടെ നിന്ന സാർ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഒറ്റ ഒരുത്താൻ കാരണമാണ് നമ്മളെ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടായത്. എന്താ പറ്റി സാറേ? ജനത്തെ തുരത്താൻ വേണ്ടി ജലപീരങ്കി അഴിച്ചപ്പം അതിന്റെ മുമ്പിൽ കുട്ടിത്തോർത്ത് കൊടുത്തോണ്ട് സോപ്പ് തേച്ച് നിന്നു കുളിക്കണത്. അന്നേ നിനക്ക് ഞാൻ വെച്ചതായിരുന്നു. സാറേ, എന്റെ അടുത്ത് ഷട്ടൂരാണ്. പറഞ്ഞത് ആരടുത്താണെന്ന് ഓർക്കണം. സ്റ്റീഫൻ ദേവസ്യ എന്ന് പറയുന്നത് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ്. അറിയാമോ? സുഗുണസൈ എത്ര പ്രാവശ്യമാണ് വീട്ടിൽ വന്നെന്ന് അറിയാവോ? അടിക്കല്, ഇനി അടിക്കരുത്, ഇനി അടിക്കരുത്, ഇനി അടിച്ചാൽ എന്റെ കോള് മാറും. എല്ലാരെയും കൂടെ ഒരിടിയാണെങ്കിൽ രണ്ടിടിയാ സഹിക്കാം, പാടിയിട്ടിടിക്കരുത് ഇങ്ങനെ. ഇനി ഇവിടെ കിടന്ന് വിളഞ്ഞ നടു ഞാൻ ചവിട്ടി ഓടിക്കും. എല്ലാ പോലീസുകാരും സ്ഥിരം ഡയലോഗാണ് ഈ നടു ചവിട്ടി ഓടിക്കും, നടു ചവിട്ടി ഓടിക്കും. ഈ നടു അല്ലാതെ വേറെ അവയവം ഇല്ലേ സാറേ? നടു നല്ല അവയവമാണ്. നടുവിന് ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന വാചകമാണ് ഈ നടു എന്ന് പറഞ്ഞാൽ. മീറ്റർ കറക്റ്റ് ആണ്. നടു ഒന്ന് പറഞ്ഞേ. നടു എന്ത് രസം. ഒരു കുഴപ്പമില്ല സാറേ. സാറേ, ഓ, എന്റെ ചെക്കനെയാണ് നിങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെ, അതുകൊണ്ട് ഞാൻ പറയുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ഇല്ല, സാറിന്റെ തന്തയല്ല എന്റെ തന്ത. പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരന്റെ പോലീസുകാരുടെ തന്തയ്ക്ക് വിളിക്കടാ. ആ നിൽക്കുന്ന ആ പാറാവുകാരെ എന്റെ തന്ത. ഈ സ്റ്റേഷനിൽ ഏതൊക്കെ പോലീസുകാരുണ്ടോ അവരെല്ലാം എന്റെ തന്ത. ഇത് എന്റെ തന്തയുടെ തന്ത. പോരെ സാറേ, ഇല്ല തല്ലരുത്, തല്ലരുത്, ആവശ്യമില്ല തല്ലരുത്. കിട്ടി, ഇഷ്ടംപോലെ കിട്ടി. ഞാൻ പറഞ്ഞു ഈ ചെറുക്കനെ ഇറക്കാൻ വേണ്ടി വന്നു. ഞാൻ പൊക്കോളാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തോടാ? എനിക്ക് പുരയുടെ കച്ചവടമാണേ. അപ്പൊ ഞാൻ ഓരോ വസ്തു മേടിക്കാൻ വേണ്ടി ചെല്ലും സാറേ. ചെല്ലുമ്പോ ഓരോ സെന്റ് വസ്തുവിന് 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ. ഞാൻ നേരെ ഇവന്റെ അടുത്ത് വന്ന് പറയും, എടാ അനിയ ഇന്ന സ്ഥലത്ത് പോയി ഒരു പരിപാടി അവതരിപ്പിക്കണോ. ഇവൻ പരിപാടി അവതരിപ്പിക്കും. 15 ലക്ഷം രൂപ പറയണ വസ്തു പിറ്റേന്ന് ഞാൻ മേടിക്കുന്ന എത്ര രൂപയ്ക്കാന്ന് അറിയാം സാറേ? 200 രൂപ, 20 രൂപയുടെ ഒരു മിച്ചർ കൊടുത്ത് ഞാൻ മേടിക്കും. ഭഗവാനെ, അതാണ് എന്റെ മെമിക്രി. അവന് മൊത്തത്തില് പരാതിയാടാ. എന്ത് സാറേ? ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പരാതി വിളിച്ചു പറഞ്ഞായിരുന്നു. അതെനിക്കറിയാം സാർ, അത് വേറെ വിഷയമല്ല സാറേ. ഇവന്റെ മെയിൻ ആയിട്ട് ഈ ദേവനാണല്ലോ. ഇവൻ ഈ ദേവനെ കാണിച്ചതും അമ്പലത്തിലെ ദേവി എങ്ങോട്ടോ പോയി എന്നാണ് അവിടുത്തെ ഒരു തീരുമാനം. അവസാനം ഈ തിരുമേനിമാര് എല്ലാം കൂടെ കബഡി നിർത്തി നോക്കിയപ്പം ദേവി കന്യാകുമാരിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് അവിടെ പരിപാടി വീണ്ടും അവന് വന്നു. ഇപ്പൊ ആ ദേവി എവിടെയാണോ? അങ്ങനെ ഒരു വിഷയം. ഇവന് കഴിവില്ലാത്തോണ്ടാടാ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത്. ഇവന് കഴിവില്ല. ഇവനെ ഉള്ള കലാകാരന്മാരെയൊക്കെ വീട്ടിയിട്ട് പൂട്ടണം. കഴിവുണ്ട് സാറേ, കഴിവില്ലെന്ന് പറയില്ലേ, പാവം പയ്യനല്ലേ. ഇടാ മറ്റേ സംഭവം സാറേ അങ്ങനെയൊന്നും പറയില്ല, എനിക്ക് കഴിവുണ്ട്. നിനക്ക് എന്തോ കഴിവുള്ള? മെയിൻ കഴിവാണ് ഋതം. സാറേ ഈ അന്നനാളത്തിൽ കൂടെ കണ്ടനാളത്തിൽ അല്ല സാറേ, അത് ഋതു എന്ന് പറഞ്ഞൊരു മ്യൂസിക്കിന്റെ ഒരു സാധനമാണ് സാറിന്. അത് അറിയാൻ പറ്റില്ല. നമ്മള് ഈ മിമിക്രിക്കാർക്ക് പുള്ളി അര മിമിക്രി, ഞാൻ ഫുള്ള് മിമിക്രി. മൊത്തത്തിൽ നിങ്ങൾ ഭ്രാന്തന്മാരാ. കാര്യം പറ. അല്ല ഞാൻ പറഞ്ഞു സാറേ, ഞാൻ സാറിനെ സൂചിപ്പിച്ച് എങ്ങനെ ഇവിടുന്ന് പോകണം അത് കാണിയില്ല. കേട്ടോ ചെക്കി. നമുക്ക് ഏത് രാജ്യത്ത് പരിപാടി തരുമെന്ന് നോക്കുമായിരിക്കും അല്ലേ? അതല്ലടാ, പിന്നെ നിന്നൊക്കെ ഏത് രാജ്യത്ത് കൊണ്ട് കളയാന്ന് ആലോചിക്കായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ പ്രാന്ത് കാണിക്കേ? സാറേ, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയെ എനിക്ക് പരിചയമില്ലായിരുന്നു സാറേ. അപ്പൊ എന്റെ വീടിന്റെ വഴി, എന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ വഴിയിലൂടെയാണ് പുള്ളി പോവുകയും വരികയൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ ഈ വഴി അടച്ചു വെച്ചു. അപ്പൊ ഈ പുള്ളി വന്ന് എന്റെ അടുത്ത് പറയണം, ഇത് ആൾക്കാർ നടക്കുന്ന വഴിയല്ലേ, ഇതിൽ നടക്കാൻ പറ്റൂലല്ലോ. നമ്മൾ പക്ഷെ നടക്കും. അത് നടക്കണ കാര്യമാണോ സാറേ? നടക്കണ കാര്യമില്ലേ? അതല്ല, സംഭവം എന്താണെന്നറിയാവോ? അതായത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് വഴി. അപ്പൊ ഈ വഴി ഞാൻ അടച്ചു വെച്ച്. അപ്പൊ എടുത്ത് ഈ പുള്ളി ഓടിക്കൊണ്ട് വന്ന് എന്റെ അടുത്ത് പറയണു, ഇത് ആൾക്കാർ നടക്കണ വഴിയല്ലേ, ഇത് അടച്ചു വെക്കണോ, അത് നടക്കണ കാര്യമാണോ? അന്ന് നടക്കണ കാര്യമാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് ഇവിടെ നിന്ന് ഊരി പോവാൻ സമ്മതിക്കൂ? നടക്കണ കാര്യമാണ്, നീ എന്തിനാ കയറി പറഞ്ഞത്? നടക്കുന്ന വഴിയല്ലേ? നടക്കുന്ന കാര്യമാണ്. അല്ല സാറേ, വേറെ അതിനു മുമ്പ് ഈ വഴിയിലൊരു ആഞ്ഞിലുണ്ടായിരുന്നു സാറേ. ആഞ്ഞിലല്ല, വാഴ. ജയിലിടിഞ്ഞാലും നീ വെളിയിൽ പോകൂല.
അതിലുണ്ട് സാറേ പ്ലാവില് ആ. ഈ രാത്രി കാലങ്ങളിൽ ഇവന് ഈ ചക്ക കുത്തിയിടുന്ന സ്വഭാവം ഉണ്ട് സാറേ. ആ. ചക്ക കുത്തിയിടണം. അപ്പൊ ഞാനിങ്ങനെ ഒരേ കിടക്കും ഇവൻ ഈ ചക്ക കുത്തിയിടും സാറേ. ചക്ക എടുത്തിട്ട് അവൻ കുത്തിയിടും സാറേ. കുത്തിയിട്ടില്ല സാറേ. ബാക്കി അവൻ പറയും സാറേ എനിക്ക് മീറ്റിംഗ് കൊണ്ട് പോയേ പറ്റുള്ളൂ സാറേ. നീ ചക്കക്കുരു ചക്ക കുത്തിയിട്ടിട്ട് ഞാൻ തിന്നും. കറക്റ്റ് കാര്യം എനിക്ക് അങ്ങോട്ട് കൺവേ ചെയ്യില്ല. അതാ സാറേ മനസ്സിലായില്ലേ? അതായത് പുള്ളിയുടെ വീടിന്റെയും എന്റെ വീടിന്റെയും സെന്ററിലായിട്ടാണ് ഒരു പ്ലാവ് ഉള്ളത്. ഈ പ്ലാവിൽ നിന്ന് വീഴുന്ന ചക്കയാണ് ഇവ എടുത്തോണ്ട് പോകുന്നത്. ഇതാണ് പ്ലാവ്. ഇത് പ്ലാവ്. അവന്റെ പേരാണോ? അവന്റെ പേരെന്താണ്ട് അവന്റെ പേരിടത്തിലോട്ട് നിൽക്കുന്ന കൊമ്പാണ് ദാ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ ചക്കയില്ലല്ലോടാ. ചക്കയില്ല. അയ്യോ ചക്കയില്ല. ഒരു ചക്ക എടുത്തു വന്നാടാ കാണിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ. അല്ല സാറേ എനിക്ക് പോണം. മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോയ മീറ്റിംഗ്. അല്ല ഞാനേ ചക്ക ചക്കയാവി നിക്കടാ. ഓക്കെ സാറേ. ഓക്കെ സാറേ. ഓക്കെ രണ്ട് സൈഡിൽ ചക്ക. ഒരു ചക്ക പോരല്ലേ? രണ്ട് സൈഡിൽ ചക്ക. അപ്പൊ ഇവൻ ഈ കമ്പിട്ട് കുത്തും സാറേ ഇതില്. എനിക്ക് എനിക്കതൊക്കെ മനസ്സിലാവണല്ലോ അത്. അല്ല എനിക്ക് മീറ്റിംഗ് ഉണ്ട് പോണം. മീറ്റിംഗ് നീ അവിടെ നിന്നാ മതി. കുത്രാ. ഹലോ സാറെന്താ ഞാൻ വിളിക്കല്ലേ നീ പറഞ്ഞു. നീ പ്ലാവേ. ഓ ആ ശരി അത് വെച്ചോ. ശരി അത് വെച്ചോ. നീ എവിടെയായിരുന്നു കുത്തുന്നത്? ഈ പ്ലാവിന് കിളിക്കൂടെ കൊള്ളേണ്ട അവിടെ എവിടെയായിരുന്നു വെച്ചോ കുത്തരുത്. ഒരു കാര്യം ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യണം. വെളിയിൽ ഇപ്പൊ ഒരു 10 പേപ്പർ മേടിച്ചോണ്ട് വരണം. പ്ലാവ് പോരുത് എന്നിട്ട് പേപ്പർ മേടിച്ചോണ്ട് വന്നിട്ട് അതിൽ എഴുതണം ഇനി മേലാൽ ഈ പരിസര പ്രദേശങ്ങളിൽ ഞാൻ മിമിക്രി പരിപാടിയുമായി വരില്ലെന്ന്. ഓക്കെ അത് എഴുതി തന്നിട്ട് നിനക്ക് പെട്ടെന്ന് പോവാം. പിന്നെ പ്ലാവ് നീയാണ് ഇവരെ പോലുള്ള കലാകാരന്മാരെ കൊണ്ട് നടന്ന് റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് പറ്റിച്ചു നടക്കുന്നത്. അല്ല സാറേ ഞാൻ കൂടുതൽ വിളച്ചിൽ കാണിച്ചാ നിന്നെ ഞാൻ തടിമില്ലിൽ കൊണ്ടുപോയി അർപ്പിച്ചിട്ട് ഒരു ജനല് ഒരു കട്ടള മൊത്തത്തിൽ പണിച്ചിട്ടേ വിടത്തുള്ളൂ. ഫോൺ റിംഗ് ചെയ്യുന്നു. അയ്യോ ഹലോ എപ്പ എന്റെ പൊന്നു സാറേ ഇപ്പം വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാൻ സാറേ? ശരി എന്നാ ശരി ഓക്കെ സാറേ. ഓക്കെ. അയ്യോ ഇനി ഞാൻ എന്തോ ചെയ്യും? എന്തുകൊണ്ട് സാറേ? സെക്രട്ടേറിയറ്റിന് അവിടെ വീണ്ടും തരണേന്ന് അടിയോടടി. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലീസുകാരും ഇല്ല. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി ജനങ്ങളെ എങ്ങനെ തുരത്തും? സാറേ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടാ. അവിടെ ആൾക്കാരെ ഓട്ടിക്കാൻ വേണ്ടിട്ടേ എന്റെ ഒരു പരിപാടി അവിടെ നടത്തിയാ പോരെ? അങ്ങനെ ആദ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ്ത്. നല്ല കൈഡി വരട്ടെ ഈ കലാകാരൻ. ഒരു നല്ല കൈഡി. ഉഗ്രൻ സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. തുടക്കം മുതലുള്ള കൗണ്ടറുകളൊക്കെ നല്ല രജിസ്റ്ററായി. പിന്നെ ശംഭുവിന് ഈ പോലീസ് സ്റ്റേഷൻ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കൗണ്ടറുകളെല്ലാം നല്ല രസമായിരുന്നു. ടൈറ്റിൽ സാധനം ഒന്ന് ട്രൂപ്പിൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള തുടക്കം തൊട്ടുള്ള മാലപ്പടക്കം പോലുള്ള കൗണ്ടറുകൾ അടിപൊളിയായിരുന്നു. ഇനി അതിനപ്പുറത്തേക്ക് കുറവുകളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാൻ പറ്റും. കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചില സാധനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ പറഞ്ഞു വരുമ്പോൾ ചില സാധനങ്ങൾ ഏൽക്കത്തില്ല. പക്ഷേ ഏൽപ്പിച്ച സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് 100 നിന്നുള്ളതായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അല്ല എൻ്റെ അഭിപ്രായത്തിൽ ശംഭു ചെയ്ത് ശ്യാമിന് കൊടുക്കായിരുന്നു എസ്ഐയുടെ വേഷം. ചെയ്യുമായിരുന്നു അങ്ങനെ തന്നിരുന്നെങ്കിൽ. ആ ചെയ്യുന്ന പാർട്ടിയാ. അല്ല എനിക്കൊന്ന് ശ്യാമായോണ്ട് സ്ഥലത്തിന് വേറെ വില കുറേ ഉള്ളായിരിക്കും. അതുകൊണ്ട് എന്തായാലും നല്ല ഐറ്റമാണ് കേട്ടോ. നല്ല രസമുണ്ട്. കാര്യം ഒരുപാട് ബഹളവും കാര്യങ്ങളൊന്നുമില്ല. സെൽവൻ ആണെങ്കിലും സൈലന്റ് ആയിട്ട് വന്നിട്ട് കാര്യം പറയുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. അടിപൊളി. താങ്ക് യു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. 3 പേരും തകർത്ത്. സാധാരണ നമ്മളെ ആർട്ടിസ്റ്റുകളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുന്ന പരിപാടി സ്കിറ്റിലുണ്ടായിട്ടുണ്ട്. ഒറിജിനലി നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഇതിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേത് മിമിക്രി കാണിക്കാൻ പറയുക അല്ലെങ്കിൽ നാടകം ആർട്ടിസ്റ്റിനെ കൊണ്ട് നാടകം അഭിനയിപ്പിക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഒരു സാധനങ്ങളും പഴയതില്ല. എല്ലാം പുതിയ സാധനങ്ങളായിരുന്നു. ഷാമിൻ്റെ ആ പേരെന്താണ് പറഞ്ഞത്? അപ്പൊ മറിച്ച് മറുപടി പറഞ്ഞെന്താണ്? നീ വീട്ടിൽ കിടന്ന് പൊളയാറ്റി കിടന്ന് അവിടെ നിന്നൊക്കെ തുടങ്ങിയ ചിരിയുണ്ടല്ലോ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് പറയേണ്ടത്. കാരണം ഒരാൾ ഡൗൺ ആയി എന്നാൽ മറ്റു 2 പേരും തന്നെ ഡൗൺ ആയി പോകും. പക്ഷെ ഇത് 3 പേർക്കും നല്ല എനർജി ഉണ്ടായിരുന്നു. എല്ലാം ഗ്രാൻഡായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ബിജുക്കുട്ടാ ദേവനെ കാണിച്ചിട്ട് ദേവി പോവാന്ന് പറഞ്ഞു. അതൊക്കെയാണ് പുതുമയുള്ള സാധനം എന്ന് പറഞ്ഞത്. അടിപൊളി. വീട്ടിപ്പുളകം കയറിയ പോലെ അങ്ങനെ എന്തെങ്കിലും സ്റ്റേഷനിൽ കയറേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ പെട്ടെന്ന് അല്ല എന്നെ എപ്പോഴും പോലീസ് പിടിക്കും. ഇത് പറഞ്ഞല്ല എപ്പോഴും പിടിക്കുന്നത്. കാരണം ഇവർക്ക് ഓരോ ടാർജറ്റ് ഉണ്ടല്ലോ. ഇപ്പഴല്ല നേരത്തെ അങ്ങനെ വരുമ്പോന്ന് വെച്ചാല് എന്നെ കണ്ടാല് ഒരു നമ്മുടെ ഒരു സിഗ്നേച്ചർ അങ്ങനെയല്ല. നേരത്തെ അങ്ങനെയാണ്. കറുത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു പോലീസുകാർക്ക്. എന്താ വിളിക്കണത്? ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നാ. എന്ത് പ്രോഗ്രാം? മിമിക്രി. അപ്പൊ നമുക്ക് സ്റ്റാർ ചെയ്യാൻ അറിയില്ലല്ലോ. മിമിക്രി കാണിക്കും. ഏതെങ്കിലും സ്റ്റാർ ചെയ്യടാ. എനിക്കറിയാൻ പാടില്ല. ജീവ ബാഗ് തുറന്ന പ്രശ്നമാണ്. ബാഗിനകത്ത് നൈറ്റി മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ. പെൺപേഷൊക്കെ അല്ലേ ചെയ്യുന്നത്. ആ പിന്നെ നമ്മളെ ഷോ കാർഡിൽ കാണിച്ചു നോക്ക് സാറേ എന്ന് പറയും. അന്ന് മാത്രം നമ്മൾ വെളുപ്പിക്കും. അതും
പ്രശ്നമാണ്. അത് മാത്രം വെളുത്തിരിക്കാൻ വേണ്ടി നമ്മൾ പേസ്റ്റൊക്കെ അടിച്ച് വന്നിട്ട് തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇതും ഞാനായിട്ട് സാമ്യം ഉണ്ടാവില്ല. ഇതാരാണ്? അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഐറ്റം കളിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് സ്റ്റേഷനിലോ? ആ സ്റ്റേഷനിലെ ഐറ്റം കളിപ്പിച്ചിട്ട് ഒരു പിറ്റേ ദിവസം കാലത്ത് വിടണ്ടാണ്, 3 ദിവസം കണ്ട വിട്ടത്. പോലീസ് സ്റ്റേഷൻ കളിച്ച് ഉണ്ടായിരുന്നാണ്. അപ്പൊ എന്തായാലും വേറെ മാർക്സ് കൊടുക്കാം. ഓക്കെ, ആരാണ് ആദ്യം മാർക്ക് കൊടുക്കാൻ പോകുന്നത്? ഞാൻ കൊടുക്കാം. സിർക്ക കൊടുക്ക്. ഞാനൊരു 9,000 രൂപ കൊടുക്കുക. 9,000 രൂപ. ഓക്കെ, രണ്ടാമത് 10 കൊടുത്തു. ഓ, 19,000 രൂപ ആയിട്ടുണ്ട്. കരവടത്തെ രസീത് ഉൾപ്പെടെ പിടിച്ചു. 40,000 രൂപ. അടിപൊളി. ഇനി ഉഷാർ സ്കിറ്റുമായിട്ട് വാ. VT പുളകൻ. ബൈ ബൈ സാർ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരു സമ്മറി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? ആസ് യൂഷ്വൽ അടിപൊളി. കലക്കി. ഒരുപാട് ചിരിച്ചു. കണ്ണൂരുകാർ ചേച്ചിമാരെ നിങ്ങൾ എല്ലാവരും ചിരിച്ചായിരുന്നോ? ചെങ്ങളായി നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. നിങ്ങൾ ഉഷാറായിരുന്നു. ഒരു നല്ല കൈഡ് നിങ്ങൾക്കും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഉഷാറായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.